നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇനി സ്വർണം കുമിഞ്ഞുകൂടുമോ? സ്വർണത്തിന് വിലയിടിയുമോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനി ഇന്ത്യ സർക്കാർ തുറക്കാൻ പോകുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ജനം ചോദിക്കുകയാണ്. ലോക സ്വർണ്ണ വിപണിയിൽ തന്നെ വൻ കോളിളക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കോളാർ സ്വർണ്ണഖനിയിൽ അതായത് KGF വീണ്ടും സ്വർണ്ണഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് കർണാടക സർക്കാരിന്റെ അംഗീകാരം. കോളാറിലെ ഖനികളിൽ നിന്ന് ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കമ്പനി കുഴിച്ചെടുത്ത മണ്ണിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിക്കാനാണ് പദ്ധതി. 1003.4 ഏക്കർ ഭൂമിയിലുള്ള 13 ഖനികളിലാണ് വീണ്ടും സ്വർണം വേർതിരിക്കാൻ ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി HK പാട്ടീൽ പറഞ്ഞു. ഈ ഖനികളിൽ 3.3 കോടി ടൺ മണ്ണാണുള്ളത്. സയനൈഡ് ചേർത്ത് സ്വർണം വേർതിരിച്ച ശേഷം ബാക്കി വന്ന മണ്ണാണിത്. 1 ടൺ മണ്ണിൽ നിന്ന് 1 ഗ്രാം സ്വർണം ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മേഖലയിലെ ഒട്ടേറെ പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പൂട്ടിപ്പോയ ഭാരത് ഗോൾഡ് മൈൻസ് കമ്പനി സർക്കാരിന് നൽകാനുള്ള 724 കോടി രൂപയ്ക്ക് പകരമായി കമ്പനിയുടെ പേരിലുള്ള 2330 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അവിടെ വ്യവസായ പാർക്ക് തുടങ്ങാനും കർണാടക സർക്കാർ അനുമതി തേടിയിട്ടുണ്ട്. ഈ ഖനിയുടെ അടിയിൽ 130 ലക്ഷം ടൺ മൺകൂനകളിൽ മാത്രം ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വർണമുണ്ട്. സ്വർണവും മറ്റ് ലോഹങ്ങളുമായി കേന്ദ്ര സർക്കാർ KGFൽ നിന്ന് ലക്ഷ്യമിടുന്നത് 2.5 മുതൽ 3 ലക്ഷം കോടി രൂപയാണ്. ഇതിനു പുറമെ ഇവയിൽ 25,000 കോടിയുടെ അമൂല്യ ലോഹങ്ങളായ പല്ലേഡിയവും ടങ്സ്റ്റണും ഈ ഖനിയിലുണ്ട്. ടൺ കണക്കിന് സ്വർണം KGF ഖനിയിൽ ഒളിഞ്ഞുകിടക്കുകയാണ്. 3 കിലോമീറ്റർ വരെ അടിത്തട്ടിലെത്തി ഖനനം ചിലവേറിയതിനാലാണ് 20 കൊല്ലം മുൻപ് KGFൽ ഖനനം നിർത്തിയത്. എന്നാൽ ഇന്ന് ആ പ്രതിസന്ധി മാറി. വൻ സാങ്കേതിക വിദ്യകൾ വന്നു. റോബോട്ടുകളും മറ്റു മനുഷ്യ തൊഴിലാളികൾക്ക് പകരമായി എത്തി. ഒരു കാലത്ത് ഇന്ത്യയിലായിരുന്ന ലോകത്തിന്റെ 20% സമ്പത്തും ഉണ്ടായിരുന്നത്. അതായത് ഭൂമിയിലെ എല്ലാ രാജ്യത്തേക്കാളും ധനിക രാജ്യമായിരുന്നു ഭാരതം. സ്വർണവും രത്നങ്ങളും എല്ലാം ഇന്ത്യയിൽ കുമിഞ്ഞുകൂടിയിരുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളുടെ പലതിന്റെയും പുറംപാളികൾ സ്വർണത്തിൽ പൊതിഞ്ഞതായിരുന്നു. രാജകൊട്ടാരങ്ങളുടെ നിലവറകൾ സ്വർണവും രത്നവും നിറഞ്ഞതായിരുന്നു. താജ്മഹൽ മേൽക്കൂര പൊതിഞ്ഞ് സ്വർണത്തിലായിരുന്നു. ടൺ കണക്കിന് സ്വർണമായിരുന്നു താജ്മഹലിൽ നിന്ന് മാത്രം ബ്രിട്ടീഷുകാർ കടത്തിയത്. ഇന്ത്യയിൽ നിന്ന് കപ്പലിലാണ് ബ്രിട്ടനും പോർച്ചുഗീസുകാരും രത്നങ്ങളും സ്വർണവും കടത്തിയത്. ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യയെ ഇത്തരത്തിൽ പാശ്ചാത്യർ കൊള്ളയടിച്ച് ദരിദ്രമാക്കുകയായിരുന്നു. ഇന്ത്യയിലെ സ്വർണ്ണഖനിയിൽ ഇനി സ്വർണം കുമിഞ്ഞുകൂടുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതുവഴി സ്വർണത്തിന് വിലയിടിയുമോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനി ഇന്ത്യ സർക്കാർ തുറക്കാൻ പോകുമ്പോൾ ലോക സ്വർണ്ണ വിപണിയിൽ വലിയ കോളിളക്കമുണ്ടാകുമെന്നാണ് സർക്കാർ അടക്കം പ്രതീക്ഷിക്കുന്നത്. 20 കൊല്ലം മുൻപ് പൂട്ടിയ കർണാടകത്തിലെ കോളാർ ഗോൾഡ് ഫീൽഡ്സ് അഥവാ കോളാർ സ്വർണ്ണഖനിയാണ് വീണ്ടും തുറക്കുന്നത്. മോദി സർക്കാർ മുൻകൈയെടുത്താണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണഖനി തുറക്കുന്നത്. ഒരു കാലത്തിൽ ഇന്ത്യയിലായിരുന്നു ലോകത്തിന് 20% സമ്പത്ത് ഉണ്ടായിരുന്നത്. അതായത് മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും ധനികരായിരുന്നു നമ്മൾ. ഇന്ത്യയിൽ കുമിഞ്ഞുകൂടിയതോ ഒരുപാട് സ്വർണവും രത്നങ്ങളുമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളും പലതിലും സ്വർണ്ണങ്ങൾ ഒരുപാടാണ് ഇത്തരത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഏകദേശം KGFൽ 14,000 ഏക്കറാണ് ഖനനത്തിലുള്ളത്. ഇതിൽ 4,000 ഏക്കറിലാണ് സ്വർണ്ണഖനനം നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വർണം വേർതിരിക്കാൻ ചെലവ് കുറഞ്ഞ സൈനൈഡ് ഉപയോഗിക്കേണ്ടതില്ല. പുതിയ സാങ്കേതിക വിദ്യയെല്ലാം ഇന്ന് ലഭ്യമാണ്. സൈനൈഡ് എന്ന അതിമാരകമായ വിഷമില്ലാതെ സ്വർണം ശുചീകരിക്കുന്ന ടെക്നോളജിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇനി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. കെട്ടിക്കിടക്കുന്ന മൺകൂനയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ കരാറുകൾ ക്ഷണിക്കും. KGF ഖനികളിലേക്ക് ചുരുങ്ങിയത് 5,000-ഓളം പേരെയെങ്കിലും ജോലിക്കായി എടുക്കും. സ്വർണവും അപൂർവ ലോഹങ്ങൾ വഴി 1,73,859 കോടി രൂപയുടെ വരുമാനം ലഭിക്കുമെന്നാണ് കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ.